നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കാം. നിങ്ങൾ എന്നോട് യു ക്യാൻ ഫോളോ ആഫ്റ്റർ മീ. എൻ്റെ രാജാവും എന്നോട് കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിൽ ഡു ഇറ്റ് വൺ മോർ ടൈം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ വാക്യം ഞാൻ ഒന്ന് റീഫ്രേസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് സെയിം രീതിയിൽ ഒന്ന് വായിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ രാജാവായ എൻ്റെ ദൈവം എൻ്റെ സങ്കടയാചനകളെ കേൾക്കും. ഒരിക്കൽ കൂടെ പറയാം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ രാജാവായ എൻ്റെ ദൈവം എൻ്റെ സങ്കടയാചനകളെ കേൾക്കും. എല്ലാവർക്കും ഇരിക്കാം. ഞാൻ സങ്കീർത്തനം മൊത്തം പ്രബോധിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ മെസ്സേജ് പറയാനുള്ള കഴിവും കൃപയൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വാക്യം വായിച്ച് അതിനെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 5-ാമത്തെ അധ്യായം. കഴിഞ്ഞ ഞായറാഴ്ച ജെയിംസ് അങ്കിള് 4-ാമത്തെ സാംസ് വായിച്ചപ്പോൾ പറയുക, ലൈക്ക് 5th ചാപ്റ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുവാൻ ഇടയായി. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദാവീദ് പല വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നുപോയ ഒരു വ്യക്തി ആണ്. അതേപോലെ തന്നെ ദാവീദിൻ്റെ ആദ്യകാലങ്ങളിൽ ദാവീദ് ആടുകളോട് കൂടെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നത്. ആടുകളോട് മോസ്റ്റ് ലൈക്ലി ആടുകളോട് സംസാരിച്ചിട്ടുണ്ടാവണം. കാരണം വിൽഡർനെസ്സിലാണ്, ഒന്നുമില്ല, ആരും കൂടെയില്ല. അപ്പോൾ അനക്കമുള്ളത് ആകെ ആടുകളായിരുന്നു. അവരോട് മിണ്ടിയിട്ടുള്ള ഒരാളായിരിക്കണം ദാവീദ്. ദാവീദ് പറയുകയാണ്, ദാവീദിൻ്റെ സങ്കടങ്ങൾ ദാവീദ് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തോടാണ് ദൈവം സംസാരിക്കുന്ന ഇടയായത്. നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങൾ നമ്മൾ പലപ്പോഴും പല ആളുകളോട് പറയുമെങ്കിലും നമ്മൾ വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ നമ്മളത് കൊണ്ടുവരാറില്ല. ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പത്തി 15 പോകണം. ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിൻ്റെ സന്നിധിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതും ആ 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലായത് ദൈവം എന്തോ അബ്രഹാമിനോട് സംസാരിക്കാനായിട്ട് പോവുക. ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ പരിചയമാകുന്നു, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അത് ഞാൻ കരുതുന്നു ദൈവം അത്രയും മാത്രം സംസാരിക്കാനായിട്ടായിരിക്കില്ല അബ്രഹാമിൻ്റെ അടുത്തോട്ട് വന്നത്. ആ വന്ന സമയത്ത് അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം അങ്ങ് തുറന്നു പറയാൻ തുടങ്ങി. അബ്രഹാം പറഞ്ഞു, ദൈവമേ നിർത്ത്, എനിക്ക് നീ എന്ത് തന്നു, എനിക്ക് നീ എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു. എൻ്റെ അവകാശി എൻ്റെ അവകാശിയായി ദമശേക്കുകാരനായി ഈ എലയാസറിനെ നീ എടുക്കണം. അപ്പോൾ വേദന സഹിച്ച് പിടിച്ച് കുറേ കാലം നടന്നു. ഒന്ന് ദൈവശബ്ദം കേട്ടപ്പോഴേക്ക് അബ്രഹാമിൻ്റെ ഹൃദയം അങ്ങ് തുറന്നു. അബ്രഹാം പറയുക, ദൈവമേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു മകനെ വേണം, എനിക്കൊരു അവകാശിയെ വേണം, എനിക്ക് വേറെ ഒരു ദൈവം പറയാൻ വന്ന കാര്യം പറയുന്നതിൽ നിന്ന് പോലും ദൈവം നിർത്തിയിട്ട് അബ്രഹാമിനെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ നോക്ക്, ഇതുപോലെ ഞാൻ നിൻ്റെ മക്കളെ ആക്കുമെന്ന് പറയുന്നു. ആ വേദന ദൈവസന്നിധിയിലും അവൻ പകർന്നപ്പോൾ ദൈവം അവനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു ദർശനം കാണിക്കുന്നു. അവനൊരു വാഗ്ദത്തം കൊടുക്കുന്നു. ആ വാഗ്ദത്തം അവൻ വിശ്വസിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് ഇങ്ങനെയാണ്, വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ. അന്ന് വേദനിച്ചു, അന്ന് കരഞ്ഞു, അന്ന് ബുദ്ധിമുട്ടി.
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ അന്നത്തെ വേദന ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറി. നമ്മൾ ഇന്ന് ജീവിതത്തിൽ കടന്നു പോകുന്ന പല വേദനകളും, പല പ്രയാസങ്ങളും, പല സങ്കടങ്ങളും നമ്മൾ വേണ്ടുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്ന് എത്തിച്ചാൽ അത് നാളെ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഈ ഒരു ചെറിയ ചിന്ത പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നോളുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.